ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിനെ കുറിച്ച് വളരെ മുമ്പേ തന്നെ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ ചർച്ചകൾ വരുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? 8 നിയമസഭാ മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട്. 4 ആണ് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ലീഡുകൾ. 4 കോൺഗ്രസ് ലീഡ് ചെയ്യും, 4 ബി ജെ പി ലീഡ് ചെയ്യും. എന്നിട്ട് അവസാനം ബി ജെ പി തന്നെ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തവണ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി ലീഡ് ചെയ്യുന്ന ഇപ്പോൾ ചാമരാജ്പേട്ട, ഗാന്ധിനഗർ, ശാന്തിനഗർ, ശിവാജി നഗർ മുതലായ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ചാമരാജ് നഗർ, ശാന്തി നഗർ, ശിവാജി നഗർ, സർവജ്ഞ നഗർ എന്നീ സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ ലീഡ് കൂടുകയാണ്. ബി ജെ പി ലീഡ് ചെയ്യുന്ന 4 മണ്ഡലങ്ങളിൽ അതിൽ 3 ബി ജെ പിയുടെ ലീഡ് കുറയുകയാണ്. ഇത് അവിടുത്തെ ഒരു പ്രത്യേകതയായി ഇത്തവണ എല്ലാവരും കണ്ടതാണ്. അത് ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ ഈ ട്രെൻഡ് കണ്ടു. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ ഈ ട്രെൻഡ് കണ്ടില്ല. അതാണ് മഹാദേവപുര. കഴിഞ്ഞ തവണ 72,000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു ബി ജെ പിക്ക്. അവർക്ക് ആ ലോക്സഭാ മണ്ഡലത്തിലെ ബാംഗ്ലൂർ സെൻട്രലിലെ ഏറ്റവും ലീഡുള്ള സ്ഥലമാണെങ്കിൽ പോലും 72 എന്നുള്ളത് 1,14,000 കൂടുന്നു. ബാക്കി ഈ ലോക്സഭാ മണ്ഡലത്തിലെ ബാക്കി എല്ലാ ബി ജെ പി ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് കുറയുന്നു. കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഇരട്ടിയാകുന്നു. ഇവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അന്നേ എല്ലാവരും ചോദിച്ചതാണ്.